ഇപ്പോൾ പോലും ഈ അവിടെ നഗരത്തിന് നടക്കുന്നത്. നടുവിലൂടെ നഗരത്തിൻ്റെ ഉരിമാറിലൂടെ എം ഡിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര നീങ്ങുകയാണ്. വാഹനങ്ങൾ അകമ്പടി സേവിക്കുന്നുവെങ്കിൽ പോലും ഔപചാരികമായ ഒരു വിലാപയാത്രയുടെ സ്വഭാവമില്ല. എം ഡി കണ്ടുവളർന്ന അല്ലെങ്കിൽ എം ഡി വളർത്തിയ കോഴിക്കോട് നഗരത്തിൻ്റെ ഉരിമാറിലൂടെ മാവൂർ റോഡ് ശ്മശാനത്തിലേക്കുള്ള യാത്രയുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ ഈ യാത്രയിൽ ഇനിയൊരു മടക്കമില്ല. എം ഡി എന്ന കാലത്തെ അത്ഭുതപ്പെടുത്തിയ എഴുത്തുകാരൻ്റെ ഈ യാത്രയ്ക്ക് ഇനി മടക്കമില്ല. ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മാത്രമായിരിക്കും എം ഡി എന്ന ഈ എഴുത്തുകാരൻ്റെ സർഗലാവണ്യം വരും തലമുറ അറിയാൻ പോകുന്നത്. അദ്ദേഹം നടന്നുപോയ വഴികളിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര വളരുന്നതും. അല്പസമയത്തിനകം ഈ യാത്ര മാവൂർ റോഡ് ശ്മശാനത്തിൽ അവസാനിക്കും. സ്മൃതിപഥത്തിൽ ഒരുപക്ഷെ എല്ലാ സ്മൃതികളും അവസാനിപ്പിച്ച് ഭൗതികമായി അദ്ദേഹം കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ഒരുപാട് കൃതികളുടെ സൂര്യവെളിച്ചം പുതിയ തലമുറയ്ക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനകം ഈ യാത്ര ഈ മാവൂർ റോഡിലെ ശ്മശാനത്തിൽ അവസാനിക്കും. സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് ആഷ്മി താജ് ഇബ്രാഹിം റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപക്ഷെ പുതിയ വായനക്കാർക്കും പുതിയ എഴുത്തിൻ്റെ ലോകത്തിനുമൊക്കെ തന്നെ പിടികിട്ടാത്ത ഒരുപാട് സാഹസികതകൾ ബാക്കി വെച്ചാണ് എം ഡി യാത്രയാകുന്നത്. സാഹിത്യ ലോകത്ത് വന്ന ആധുനികതയും അതുപോലെ ഉത്തരാധുനികതയും അതുപോലുള്ള പുതിയ സങ്കേതങ്ങളും എല്ലാം തൻ്റെ കൃതികളിലും അദ്ദേഹം പരീക്ഷിച്ച് നോക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എം മുകുന്ദൻ ഒരുപക്ഷെ നമ്മുടെ ആധുനിക വിപ്ലവം മലയാള സാഹിത്യത്തിൽ പിടിച്ചുയർത്താൻ കാരണക്കാരായ ത്രിമൂർത്തികളിൽ ഒരാളായി മുകുന്ദൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പല സ്ഥലങ്ങളിലും ആധുനികത ഓളം വെട്ടി നിൽക്കുന്നു എന്നുള്ളതാണ്. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ എം ഡിക്ക് കഴിഞ്ഞു എന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് മുകുന്ദൻ വരച്ചു കാട്ടുന്നത്. ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ അല്ലാതെ ആൾക്കൂട്ടത്തിൽ തനിയെ പോകുന്ന എം ഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ഈ 2, 3, 4, 5 വാഹനങ്ങൾ മാത്രമുള്ള ഈ വാഹനവ്യൂഹം അല്പസമയത്തിനകം മാവൂർ റോഡ് ശ്മശാനത്തിൽ എത്തിച്ചേരും. അതോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 2 ദിവസത്തെ ദുഃഖാചരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ദുഃഖത്തിന് ആഴം കൂട്ടുന്ന നിമിഷങ്ങൾക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു ആത്മാവിലൊരു ചിത എന്നൊക്കെ പറയുന്നത് പോലെ വായനക്കാരൻ്റെ മനസ്സിൽ വലിയൊരു ചിതയ്ക്ക് തീ കൊളുത്തിയായിരിക്കും എം ഡി വിടവാങ്ങുക എന്ന കാര്യത്തിൽ സംശയം. എം ഡി പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അഭിമാനമായി കാണുന്ന കോഴിക്കോട്ടുകാരുണ്ട്. ആ കോഴിക്കോട്ടുകാരുടെ ചിന്തയിലൊക്കെ തന്നെ തീ കോരിയിടുന്ന ഒരു വിടവാങ്ങൽ അല്പനിമിഷങ്ങൾക്കകം ഉണ്ടാകും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ സമുന്നതരായ പല നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ അവിടെയുണ്ട്. UDF-ലെയും LDF-ലെയും സമുന്നതരായ പൊതുപ്രവർത്തകരൊക്കെ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. അവരെയൊക്കെ സാക്ഷിയാക്കി എം ഡി കടന്നു പോകും.